കട്ടപ്പനയിലുണ്ടായ ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീട് ദുരൂഹമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം പോലീസിന്റെ സുരക്ഷ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ പോലീസിന് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക്ഷോപ്പിൽ നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട് വിഷ്ണു, നിതീഷ് എന്നീ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അവരുടെ വീട്ടിലെത്തി ഇത്തരത്തിൽ തൊണ്ടി മുതലായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് പോലീസ് ഇവിടെ എത്തുന്നത്. ആ സമയത്ത് ഈ വീട്ടിൽ രണ്ട് സ്ത്രീകളെ കണ്ടെത്തുന്നു. അതായത് വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയുമാണ്. ഇവരിത്തരത്തിൽ ഈ വീട്ടിലുണ്ട് എന്നുള്ള യാതൊരു വിവരങ്ങളും പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പോലീസ് ഇവരുടെ നീണ്ട കാലമായി ഇവരെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. പിന്നീട് ഈ വീട്ടിലകത്ത് കയറി പരിശോധിക്കുമ്പോൾ ഉൾപ്പെടെ ദുരൂഹമായ പല സാഹചര്യങ്ങളും കാണുന്നു. ഈ പൂജ ചെയ്തതിന്റെ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടെ അവിടെ കാണുന്നു. മാത്രമല്ല ഈ വീടിന്റെ ഒരു ഭാഗത്ത് തറ പൊളിച്ചു എന്നതിന്റെ ചില കാര്യങ്ങൾ കൂടി പോലീസിന് മനസ്സിലാകുന്നു. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ഈ വീട്ടുകാരോട് ചോദിച്ചറിഞ്ഞപ്പോഴാണ് പല വിവരങ്ങളും പോലീസിന് ലഭിക്കുന്നത്. 2016 ഈ വിഷ്ണുവിന്റെ സഹോദരിക്ക് ഈ നിതീഷിൽ ഒരു കുഞ്ഞുണ്ടാകുന്നു. ആ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയെന്നുള്ളതും അതുപോലെ തന്നെ ഇവരുടെ വിഷ്ണുവിന്റെ അച്ഛനായിട്ടുള്ള വിജയനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയെന്നുള്ള വിവരവുമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇവരെ ഈ തറക്കുള്ളിൽ തറ പൊളിച്ച് അവിടെ കുഴിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിഷ്ണു ഇത്തരത്തിൽ ഈ മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട് അതിന് തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കാലൊടിയുകയും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. നിതീഷാണ് ഇപ്പോൾ റിമാൻഡിലുള്ളത്. ഇയാളെ ഉൾപ്പെടെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ തറ പൊളിച്ചടക്കം പരിശോധന നടത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. മറ്റെന്തെങ്കിലും, അതായത് മന്ത്രവാദത്തിന്റെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആഭിചാരത്തിന്റെയോ കാര്യങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, നരബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മനസ്സിലാകുന്നതാണ്. ഏതാണെങ്കിലും ഈ പ്രദേശവാസികൾ പറയുന്നത് ഒരു തരത്തിലും ഇവർക്ക് ഈ കാര്യത്തെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യം? നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇതിൽ ഇവിടെ താമസിക്കുന്ന ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു? ഇവിടെ അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഉള്ളതായിട്ടുള്ള വിവരമൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞാനിവിടെ അടുത്ത് താമസിക്കുന്ന ആളുകളാണ്. ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ ജോലിക്കും മറ്റുമൊക്കെ ആയിട്ട് പല ആളുകളും വന്ന് താമസിക്കാറുണ്ട്. അവരൊക്കെ ആരാണ് എന്നതിനെ സംബന്ധിച്ചൊന്നും സാധാരണഗതിയിൽ അയൽക്കാർ പോലും അന്വേഷിക്കാറില്ല. എന്തെങ്കിലും ആവശ്യമൊക്കെ ആയിട്ട് അവർ സമീപിച്ചാൽ മാത്രമേ നമുക്ക് അവരാരാണ് എന്നൊക്കെ മനസ്സിലാവുന്ന പ്രശ്നമുള്ളൂ. പലതരത്തിൽ ഹരിതകർമ്മസേന ഉൾപ്പെടെ വീട്ടിലെത്തുകയും ഈ പല കാര്യങ്ങൾക്കായി പഞ്ചായത്തിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ എത്തുകയും ചെയ്ത സമയത്തും ഈ വീട്ടിൽ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ ഇവരെ പൂർണ്ണമായും പൂട്ടിയിട്ടിരിക്കുകയാണെന്നൊരു സംശയമാണോ ഇപ്പൊ നിങ്ങൾ നാട്ടുകാർക്കുള്ളത്? ഇപ്പൊ കേൾക്കുന്നത് അങ്ങനെ കേൾക്കുന്നത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംശയത്തിന്റെ പേരിലാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള അറിവ് ഞങ്ങൾക്ക് കൂടും. നമ്മളിപ്പോ ഈ വഴിയായി ഇപ്പൊ വല്ലപ്പോഴും ഒന്ന് പോകുന്നല്ലാതെ ഈ വീട് ഇത്രയും കയറി നിൽക്കുന്നത് നമ്മളങ്ങോട്ട് കയറുന്നോ ഇതൊന്നും ആളെ ഉണ്ടോന്നൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇപ്പൊ ആ പിള്ളേരാണെന്ന് പറഞ്ഞാലും വഴിയാ പോകുന്നു. ആരുമായിട്ടൊന്നും ഒരു സമ്പർക്കവും അതിലൊന്നും കാര്യമായിട്ടില്ല. ഒരു മനുഷ്യനുമായിട്ടൊരു ബന്ധവുമില്ല. അവരുടെ കാര്യം നോക്കുന്നു, അവരും ഏതാണെങ്കിലും ഇതുതന്നെയാണ് ഈ കാര്യത്തിൽ ഏതാണെങ്കിലും മുഖ്യ ആസൂത്രധാരൻ നിതീഷാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ ആയിരിക്കും ഈ കാര്യത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരിക. ഏതൊക്കെ കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ പുറത്തു വരേണ്ടതുണ്ട്. ഏതാണെങ്കിലും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് കട്ടപ്പനയിൽ ഉണ്ടായിരിക്കുന്നത്.